നമസ്കാരം. ഭാരതത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചരിത്രത്തിൽ എക്കാലവും നിർണായകമായ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. നവോത്ഥാനത്തിൻ്റെയും വിപ്ലവ ചിന്തയുടെയും ഈ മണ്ണിൽ സമീപകാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേവലം ഒരു ഭരണമാറ്റത്തിനുമപ്പുറം വലിയൊരു സാമൂഹിക സാംസ്കാരിക പരിവർത്തനത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ദീർഘകാലത്തെ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേടിയ ചരിത്ര വിജയം ബംഗാളിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ പാടെ മാറ്റിമറിച്ചിരിക്കുന്നു. ഈ വിജയം കേവലം ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ജനപ്രീതിയായി മാത്രമല്ല, മറിച്ച് തങ്ങളുടെ അസ്തിത്വവും സാംസ്കാരിക പൈതൃകവും സംരക്ഷിക്കുവാൻ ബംഗാളിലെ ഹിന്ദുക്കൾ നടത്തിയ ഒരു വലിയ അതിജീവന പോരാട്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള കടന്നുകയറ്റങ്ങളും ജനസംഖ്യാപരമായ മാറ്റങ്ങളും സൃഷ്ടിച്ച ഭീഷണികൾക്കിടയിൽ തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ തിരിച്ചുപിടിക്കുവാൻ ബംഗാളിലെ ഹിന്ദു ജനത ഒത്തൊരുമിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഈ ഭരണമാറ്റം. ഈ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തറക്കല്ലിട്ടതും മുന്നിൽ നിന്ന് നയിച്ചതും പശ്ചിമ ബംഗാളിൻ്റെ വടക്കൻ മേഖലകളായ ഉത്തര ബംഗാളാണ്. കുച്ച് ബിഹാർ, അലിപ്പുർദുവാർ, ജയ്പാൽഗുരി, ഡാർജിലിംഗ്, കലിംപോങ്, ഉത്തർ ദിനാജ്പൂർ, ദക്ഷിണ ദിനാജ്പൂർ, മാൾഡ എന്നീ 8 ജില്ലകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശം ഒരു വലിയ ഹൈന്ദവ ഉണർവിനാണ് സാക്ഷ്യം വഹിച്ചത്. ആകെ ലഭ്യമായ 54 നിയമസഭാ സീറ്റുകളിൽ 40 എണ്ണത്തിലും വൻ വിജയം നേടിക്കൊണ്ടാണ് ഉത്തര ബംഗാൾ BJPയുടെ വിജയത്തിന് അടിത്തറ പാകിയത്. ഇത് ആദ്യമായിട്ടല്ല ഈ പ്രദേശം ഒരു രാഷ്ട്രീയ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ബംഗാളിൽ BJPയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ചതും ഇവിടെ നിന്നായിരുന്നു. മുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ മേഖലയിലെ 8ൽ 7 സീറ്റുകളും BJPക്കൊപ്പം നിന്നിരുന്നു. പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പാർട്ടിക്ക് ചെറിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായപ്പോഴും ഉത്തര ബംഗാളിലെ ജനങ്ങൾ BJPക്കൊപ്പം ഉറച്ചു നിന്നു. ഒരു കാലത്ത് രാഷ്ട്രീയമായി വലിയ സ്വാധീനമില്ലാതിരുന്ന ഒരു പ്രസ്ഥാനത്തെ ബംഗാളിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ദൃഢനിശ്ചയമാണ്. 34 വർഷത്തെ നീണ്ട ഇടതുപക്ഷ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് വലിയൊരു മാറ്റത്തിൻ്റെ അഥവാ പരിവർത്തനത്തിൻ്റെ മുദ്രാവാക്യവുമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് മുൻപ് അധികാരത്തിൽ വരുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണപ്പിഴവുകളിൽ നിന്ന് മോചനം ആഗ്രഹിച്ച ജനങ്ങൾക്ക് ലഭിച്ചത് അഴിമതിയിലും അടിച്ചമർത്തലുകളിലും മുങ്ങിയ ഒരു ഭരണ സംവിധാനമായിരുന്നു. വിവിധ തലങ്ങളിലുള്ള അഴിമതികളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പ്രീണന നയങ്ങളും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി. പ്രത്യേകിച്ചും മുർഷിദാബാദ്, മാൽഡ, സൗത്ത് 24 പർഗനാസ് തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഹിന്ദുക്കൾക്കെതിരെ വലിയ ആക്രമണങ്ങളും പീഡനങ്ങളും അരങ്ങേറിയപ്പോൾ ഭരണകൂടം കണ്ണടച്ചു നിന്നു. ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും തദ്ദേശീയരായ ജനങ്ങൾ സ്വന്തം മണ്ണിൽ നിന്ന് തന്നെ ഭയത്തോടെ ജീവിക്കേണ്ടി വരികയും ചെയ്ത സാഹചര്യം ജനങ്ങളിൽ കടുത്ത അമർഷം ജനിപ്പിച്ചു. ഭരണകക്ഷിയുടെ ഗുണ്ടകൾക്ക് ജനങ്ങളെ ഉപദ്രവിക്കാൻ ഭരണകൂടം പരസ്യമായി അനുവാദം നൽകിയതോടെ മാറ്റം അനിവാര്യമാണെന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ ശക്തമായി. ബംഗാളിലെ ഈ രാഷ്ട്രീയ മാറ്റത്തെ മന്ദഗതിയിലാക്കാൻ കൊൽക്കത്ത കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പരമ്പരാഗത ബുദ്ധിജീവികളും വരേണ്യ വർഗവും ശ്രമിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ബംഗാളി സംസ്കാരത്തിൽ ഭദ്രലോകം എന്നറിയപ്പെടുന്ന ഈ ഉപരിവർഗ സമൂഹം പലപ്പോഴും ഇടതുപക്ഷ ചിന്താഗതികളോട് ആഭിമുഖ്യം പുലർത്തുന്നവരായിരുന്നു. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അവകാശങ്ങളെയും ആശങ്കകളെയും പാടെ അവഗണിച്ച ഇവർ ഭരണകൂടത്തിൻ്റെ പ്രീണന നയങ്ങൾക്ക് മൗനാനുവാദം നൽകി. ചില പദവികൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടി അഴിമതിയും വർഗീയതയും നിറഞ്ഞ ഭരണത്തെ പിന്തുണയ്ക്കാനും ഇവർ മടിച്ചില്ല. BJPയുടെ വളർച്ച ബംഗാളി സംസ്കാരത്തെയും തനിമയും നശിപ്പിക്കുമെന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തി ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കൊൽക്കത്തയിലെയും സമീപ ജില്ലകളിലെയും ഈ സാംസ്കാരിക വരേണ്യതയുടെ സ്വാധീനം ഉത്തര ബംഗാളിലെ ജനങ്ങളെ ബാധിച്ചില്ല. കൊൽക്കത്ത കേന്ദ്രീകൃതമായ ഈ കപട സമാധാനവാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉത്തര ബംഗാളിലെ സാധാരണ ജനങ്ങൾ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായി. ഉത്തര ബംഗാളിലെ ഹിന്ദുക്കൾ ജാതിക്കും ഉപജാതികൾക്കുമപ്പുറം ഒരു സാംസ്കാരിക സ്വത്വമായി ഒന്നിച്ച് അണിനിരന്നതാണ് ഇവിടുത്തെ BJPയുടെ ജയം എളുപ്പമാക്കിയത്. രാജ്വംശി, ആദിവാസികൾ, മധുവ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളെ തമ്മിലടുപ്പിച്ച് വോട്ട് ബാങ്ക് നിലനിർത്താൻ ശ്രമിച്ച ഭരണകൂട തന്ത്രങ്ങളെ ജനങ്ങൾ പരാജയപ്പെടുത്തി. അസമും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായുള്ള ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സാമീപ്യം ബംഗ്ലാദേശിൽ നിന്നുള്ള അനിയന്ത്രിതമായ കുടിയേറ്റം സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണികളെക്കുറിച്ച് ബോധവാന്മാരാകുവാൻ ഇവിടുത്തെ ജനങ്ങളെ സഹായിച്ചു. അതിർത്തി കടന്നുള്ള ജനസംഖ്യാപരമായ മാറ്റങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ജനങ്ങൾ ഒരൊറ്റ ശക്തിയായി നിലകൊണ്ടു. ജാതീയമായ വേർതിരിവുകൾക്ക് മുകളിലാണ് സ്വന്തം സുരക്ഷയും സംസ്കാരവുമാണെന്ന് അവർ തെളിയിച്ചു.
ഉത്തരബംഗാൾ നേരിട്ട നിരന്തരമായ അവഗണനയാണ് ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ ചിന്തിപ്പിച്ച മറ്റൊരു പ്രധാന ഘടകം. ദശാബ്ദങ്ങൾ നീണ്ട ഇടതുപക്ഷ ഭരണകാലത്തും തുടർന്ന് വന്ന തൃണമൂൽ ഭരണകാലത്തും ഈ മേഖല വികസന കാര്യങ്ങളിൽ പൂർണ്ണമായും തഴയപ്പെട്ടു. കൊൽക്കത്തയിൽ നിന്നുള്ള ചുരുക്കം ചില നേതാക്കളാണ് സംസ്ഥാന ഭരണം നിയന്ത്രിച്ചിരുന്നത്. ഉത്തരബംഗാളിന്റെ വികസനത്തിനായി ഉത്തര കന്യ എന്ന പേരിൽ ഒരു മിനി സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചെങ്കിലും അത് വെറുമൊരു കണ്ണിൽ പൊടിയിടൽ മാത്രമായി ഒതുങ്ങി. ചെറിയൊരു ഭരണപരമായ കാര്യത്തിന് പോലും ജനങ്ങൾ നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള കൊൽക്കത്തയെ ആശ്രയിക്കേണ്ടി വന്നു. മികച്ച കാലാവസ്ഥയും തന്ത്രപ്രധാനമായ സ്ഥാനവും ഉണ്ടായിട്ടും ഈ മേഖലയിൽ ഒരു വ്യവസായ വികസനവും നടപ്പിലായില്ല. വടക്കൻ ബംഗാളിന്റെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന സിലിഗുരിയെ ഒരു IT വിദ്യാഭ്യാസ ആരോഗ്യ ഹബ്ബാക്കി മാറ്റാൻ മുൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ഡാർജിലിംഗിന്റെ പ്രതാപം അടിസ്ഥാന സൗകര്യങ്ങളുടെയും സുരക്ഷയുടെയും അഭാവം മൂലം നഷ്ടപ്പെട്ടു. രാജ്യസ്നേഹത്തിന് പേരുകേട്ട ഗൂർഖ ജനവിഭാഗത്തിന്റെയോ രാജ്വംശി സമൂഹത്തിന്റെയോ ആവശ്യങ്ങളോട് അനുഭവപൂർണ്ണമായ നിലപാടല്ല മുൻ സർക്കാർ സ്വീകരിച്ചത്. തൊഴിലവസരങ്ങളുടെ അഭാവം മൂലം ഇവിടുത്തെ യുവാക്കൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറേണ്ടി വന്നു. ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഒരു നല്ല ആശുപത്രി പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. തോട്ടം തൊഴിലാളികൾ കടുത്ത ദാരിദ്ര്യത്തിലും ദുരിതത്തിലുമാണ് ജീവിച്ചിരുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യങ്ങളും ആശങ്കകളും കൃത്യമായി മനസ്സിലാക്കിയത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമായിരുന്നു. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലുകൾ ഈ ജനവിഭാഗത്തിന് പുതിയൊരു പ്രത്യാശ നൽകി. ഈ മേഖലയിൽ നിന്നുള്ള ജനപ്രതിനിധികളെ കേന്ദ്ര മന്ത്രിസഭയിലും പാർലമെന്റിലും ഉചിതമായ സ്ഥാനങ്ങൾ നൽകി ആദരിക്കുവാൻ BJP തയ്യാറായി. റോഡ് ഗതാഗത സൗകര്യങ്ങൾ വലിയ തോതിൽ വികസിപ്പിക്കുകയും കുച്ച് ബിഹാറിൽ നിന്നും കൊൽക്കത്തയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയും ചെയ്തു. വന്ദേ ഭാരത്, രാജധാനി എക്സ്പ്രസ് തുടങ്ങിയ ആധുനിക ട്രെയിൻ സർവീസുകൾ ഉത്തരബംഗാളിലെ ജില്ലകൾക്ക് ലഭ്യമാക്കി. സ്വാതന്ത്ര്യത്തിന് ശേഷം ദശാബ്ദങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടന്ന തീൻബിക കോറിഡോർ പ്രശ്നവും ചിത്മഹൽ പ്രദേശങ്ങളിലെ അതിർത്തി തർക്കങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾക്ക് സാധിച്ചു. എയിംസ്, IIT, IIM തുടങ്ങിയ ദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ സ്ഥാപിക്കാനുള്ള കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കപ്പെട്ടു. ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയിൽ ഉത്തരബംഗാളിന് അതീവ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കേവലം 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ സ്നെക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ്. ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഈ മേഖലയുടെ സുരക്ഷ ഭാരതത്തിന്റെ പരമാധികാരവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അയൽ രാജ്യങ്ങളിൽ ഭീകരവാദ ശക്തികൾ തലപൊക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശം ദേശവിരുദ്ധ ശക്തികളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രത ആവശ്യമാണ്. കേന്ദ്ര സർക്കാർ ഈ പ്രദേശത്തിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം ഉൾക്കൊണ്ട് ആഭ്യന്തര സുരക്ഷ ശക്തമാക്കുകയും അതിർത്തികളിൽ നിരീക്ഷണം കർശനമാക്കുകയും ചെയ്തു. ദേശസ്നേഹികളായ തദ്ദേശീയ ജനത ഈ സുരക്ഷാ നടപടികളോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്തു. ബംഗാളിലെ ഈ ചരിത്രപരമായ രാഷ്ട്രീയ വിജയത്തിന് പിന്നിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘം, വിശ്വ ഹിന്ദു പരിഷത്തും, അഖിൽ ഭാരതീയ വനവാസി കല്യാൺ ആശ്രമം, ഹിന്ദു ജാഗരൺ മഞ്ചും, ABVP, സീമാന്ത ചേതന മഞ്ച് തുടങ്ങിയ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും വഹിച്ച പങ്ക് വളരെ വലുതാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ഈ സംഘടനകളുടെ പ്രവർത്തകർ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് വലിയൊരു അടിത്തറ നിർമ്മിച്ചിരുന്നു. വനവാസി കല്യാൺ ആശ്രമം തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്കിടയിൽ നടത്തിയ സേവന പ്രവർത്തനങ്ങളും സീമാന്ത ചേതന മഞ്ച് അതിർത്തി ഗ്രാമങ്ങളിൽ ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ച് നടത്തിയ ബോധവൽക്കരണ പരിപാടികളും ജനങ്ങളെ രാഷ്ട്രീയമായി ഉണർത്താൻ സഹായിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ലളിതമായ ജനജാഗരണ സദസ്സുകളും ലഘുലേഖ വിതരണങ്ങളും വഴി മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് കൃത്യമായ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇവർക്ക് സാധിച്ചു. ജാതി ചിന്തകൾക്കപ്പുറം ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുവാൻ ഈ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് കഴിഞ്ഞു. പശ്ചിമ ബംഗാളിലെ BJPയുടെ വിജയം കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, മറിച്ച് ഒരു ജനത തങ്ങളുടെ സാംസ്കാരിക സ്വത്വവും ദേശസുരക്ഷയും വീണ്ടെടുക്കാൻ നടത്തിയ ധീരമായ പോരാട്ടത്തിന്റെ ഫലമാണ്. പതിറ്റാണ്ടുകളായുള്ള ഭരണകൂട അവഗണനകൾക്കും അടിച്ചമർത്തലുകൾക്കും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരെ ഉത്തരബംഗാൾ തുടക്കം കുറിച്ച ഈ മാറ്റം സാംസ്കാരിക വരേണ്യതയുടെ കപടവാദങ്ങളെ തകർത്തുകൊണ്ടാണ് മുന്നേറിയത്. വികസനവും സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തെ ബംഗാളിന്റെ മണ്ണ് ഹൃദയപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു. വരും നാളുകളിൽ ബംഗാളിന്റെ പുരോഗതിക്കും ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും ഈ രാഷ്ട്രീയ മാറ്റം വലിയൊരു കരുത്തായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.